പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയ ദൈവമക്കൾക്കും വീണ്ടും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരെയും വളരെ ഹാർദവമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നല്ല പകൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീക ഗീതങ്ങളാൽ അവനെ പാടി പുകഴ്ത്തുവാൻ നമുക്ക് ലഭിച്ച നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. അല്പ നിമിഷം നമ്മൾ വചനചിന്തയ്ക്കായിട്ട് വേർതിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പ്രത്യേകതകൾ, ആ വ്യക്തി എന്തൊക്കെ ചെയ്യും എന്ന് നമ്മൾ ചിന്തിച്ചു. ആ വ്യക്തി തൻ്റെ ശത്രുവിനോട് സമരസപ്പെടുകയല്ല, ശത്രുവിനോട് എതിർത്ത് നിൽക്കും. ആ വ്യക്തി അധികാരത്തിന് കീഴ്പ്പെടുന്ന വ്യക്തി ആയിരിക്കും. ആ വ്യക്തി മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ചില കാര്യങ്ങളൂടെയൊക്കെ അതിനകത്ത് പറയാനുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, അതുപോലെ നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. നമ്മൾ ശ്രമിക്കണം. യു ഹാവ് ടു ട്രൈ. അപ്പോൾ ഇവിടെ ലേഖനകാരൻ പറയുന്നത് ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്, ബേസിക് ആയിട്ടുള്ള, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ഉപദേശങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? 1, നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം. 2, ദൈവത്തിങ്കിലെ വിശ്വാസം. 3, സ്നാനത്തെക്കുറിച്ചല്ല, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. 4, കൈവെപ്പ്. 5, മരിച്ചവരുടെ പുനരുദ്ധാനം. 6, നിത്യ ശിക്ഷാ വിധി. അല്ലേ? അവിടെ ഡോക്ട്രിൻ ഓഫ് റിപ്പൻഡൻസ് ഫ്രം ഡെഡ് വർക്ക്സ്, 1-ാമത്തെ വാക്യം. റിപ്പൻഡൻസ് ഫ്രം ഡെഡ് വർക്ക്സ്, ഫെയ്ത്ത് ഇൻ ഗോഡ്. പിന്നെ ഡോക്ട്രിൻ ഓഫ് ബാപ്റ്റിസംസ്, ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ്, റിസറക്ഷൻ ഓഫ് ദ ഡെഡ് ആൻഡ് ഇറ്റേണൽ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പം പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ അവർ നമ്മളെ ബേസിക്സ് പഠിപ്പിക്കും. ടീച്ചേഴ്സ് ദ ഫണ്ടമെൻ്റൽസ്, റൈറ്റ്? ബേസിക്സ് പഠിപ്പിക്കും. അപ്പോൾ ആദ്യം ചെല്ലുന്ന 1-ാം ക്ലാസ്സിൽ നിങ്ങളെ കാൽക്കുലസ് ആണോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ട്രിഗണോമെട്രി ആണോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആൾജിബ്ര ആണോ പഠിപ്പിക്കുന്നത്? What do they teach you? They teach you to add, they teach you to subtract, they teach you to multiply, they teach you to divide, right? Because you need the fundamentals. ഈ ഫണ്ടമെൻ്റൽസ്, ഈ അടിസ്ഥാനം ഇല്ലെങ്കിൽ you cannot go forward. You need to understand the fundamentals well, right? ABCD പഠിച്ചെങ്കിലേ അക്ഷരങ്ങൾ കൂട്ടി വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? We need to be sure about the fundamentals, the basics. അപ്പോൾ ഈ ബേസിക്സ് ഷുവർ അല്ലെങ്കിൽ, സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? You cannot grow, right? Because you will always be stuck. You will always find it difficult. അല്ലേ? മുകളോട്ട് പോകുമ്പോൾ you don't understand what is happening. എന്താ ഇതെന്നുള്ള കാര്യം മനസ്സിലാകത്തില്ല. Why? Because you don't know the basics.
അപ്പോൾ ഇവിടെ വചനം പറയുന്നു ഇത്രയും കാര്യങ്ങൾ, 6 കാര്യങ്ങൾ, കുറഞ്ഞത് 6 കാര്യങ്ങളെങ്കിലും വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആസ് എ ചേർച്ച് നമ്മൾ ഈ അടിസ്ഥാനത്തിൻ്റെ മേൽ നിൽക്കാനല്ല, നമ്മൾ പണിയപ്പെടണം. വി ഹാവ് ടു ബി ബിൽറ്റ് അപ്പ്, അല്ലേ? അടിസ്ഥാനം ഇട്ട്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, അടിസ്ഥാനം ഇട്ട ശേഷം പണിയാൻ വകയില്ല എന്ന് വന്നാൽ എന്തു പറ്റും? ആൾക്കാർ കളിയാക്കും, അല്ലേ? പണിയൊക്കെ തുടങ്ങി, പക്ഷേ അടിസ്ഥാനം ഇട്ടിട്ട് തീരുന്നില്ല. and you can't go up. അപ്പോൾ എന്ത് വേണം? നമ്മൾ ആദ്യം ഈ അടിസ്ഥാനം ഇടണം. Are we sure about all these fundamentals? നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. ഐ തിങ്ക് ഇവിടെ ഇരിക്കുന്ന മിക്കവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് തോന്നുന്നു, വീണ്ടും ജനിച്ചവരാണെന്ന് തോന്നുന്നു, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. 2, ദൈവത്തെങ്കിലെ വിശ്വാസം. ദൈവത്തെങ്കിലെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഞായറാഴ്ച രാവിലെ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? എവിടെയൊക്കെ പോയി ഓണസദ്യ ഉള്ളായിരുന്നു. 3, സ്നാനങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം, അല്ലേ? ഇവിടെ ഉള്ള കുറേ പേരെങ്കിലും വിശ്വാസ സ്നാനം ഏറ്റിട്ടുണ്ട്, മുഴുകൽ സ്നാനം ഏറ്റിട്ടുണ്ട്, ആത്മാവിൻ്റെ പരിശുദ്ധാത്മ സ്നാനമേറ്റ കുറേ പേരുണ്ട്. അപ്പോൾ സ്നാനങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം അല്ലെങ്കിൽ ഉപദേശം അത് അറിയാവുന്ന കുറേ പേരൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പറയുന്നു കൈവെപ്പ്. അതൊരു പ്രശ്നമാണ്. കൈ വെക്കണോ, വെക്കാമോ, വെക്കാൻ പറ്റില്ലേ? അല്ലേ? മരിച്ചവരുടെ പുനരുദ്ധാനം മിക്കവർക്കും വലിയ ബോധമൊന്നുമില്ലാത്ത കാര്യമാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇറ്റേണൽ ജഡ്ജ്മെന്റ്, നിത്യ ശിക്ഷാവിധി. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന, നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഏറ്റവും അവസാനത്തെ കാര്യം ഈ ഇറ്റേണൽ ജഡ്ജ്മെന്റിനെ കുറിച്ച്, ഇറ്റേണിറ്റിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് പകൽക്കാലം താല്പര്യപ്പെടുന്നത്. കാരണം നമ്മളുടെ ജീവിതം എടുത്തു നോക്കിയാൽ, നമ്മളെ ഒന്ന് അപഗ്രഥിച്ച് നോക്കിയാൽ, നമ്മളെല്ലാവരും നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, അല്ലേ? നമ്മുടെയൊക്കെ പ്രത്യേക വാട്ട് മേക്സ് us different from everyone else, it is the eternity, right? ഏറ്റവും നല്ല നിത്യതയെക്കുറിച്ചുള്ള ഒരു ബോധ്യമുള്ള ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ക്രിസ്തുമത വിശ്വാസികൾ. ബട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഈ നിത്യത അതെത്ര എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? How many of us live with a focus on eternity? ഈ നിത്യതയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടോടെ, നിത്യതയെ കേന്ദ്രീകരിച്ച്, നിത്യതയിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പം ഞാൻ പറയുകയാണ്, ഇന്നത്തെ അടുത്ത 24 മണിക്കൂർ, ഓക്കെ, ഇന്നിപ്പോൾ സമയം എത്രയായി? 10 മണിയായി, 10:10. ഓക്കെ, ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ രാവിലെ 10 മണി വരെ 24 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ 1000 വർഷം ഈ ഭൂമി ജീവിക്കാൻ പോകണമെന്നിരുന്നോട്ടെ, നിങ്ങളുടെ അടുത്ത 1000 വർഷം നിശ്ചയിക്കപ്പെടാൻ പോകുന്നത്. Okay? The way you live the next 24 hours is going to decide how you're going to live the next 1000 years, 1000 years on this earth. പിടികിട്ടിയോ? Are you with me? എന്നിരിക്കട്ടെ, നിങ്ങൾ വിചാരിക്കുക, ഈ 24 മണിക്കൂർ നിശ്ചയിക്കും, 24 മണിക്കൂറിലുള്ള എൻ്റെ ജീവിതം നിശ്ചയിക്കും അടുത്ത 1000 വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ. ലെറ്റ്സ് ഇമാജിൻ ദാറ്റ് യു വിൽ ലിവ്. നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നുള്ളത്. ഈ 24 മണിക്കൂറിൽ ഞാൻ എന്ത് ചെയ്യുന്നോ
അതിന് അനുസരിച്ചായിരിക്കും അടുത്ത 1000 വർഷം എൻ്റെ ജീവിതം ആയിത്തീരാൻ പോകുന്നത്. ആമേൻ. ഈ 24 വർഷം ഞാൻ മറ്റുള്ളവരോട് 24 മണിക്കൂർ ഞാൻ മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറിയാൽ, if I am very nice to other people, people will be nice to you for the next 1000 years. നിങ്ങൾ if you help somebody out, നിങ്ങളിപ്പോൾ let's say വീടില്ലാത്ത ഒരാൾ, അയാളെ വീട് വെക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണ്. If you do that in the next 24 hours, you will have the best mansion to live for the next 1000 years. If you give your tithes properly in the next 24 hours, you're going to be blessed with everything. You will not have any lack for the next 1000 years. If you listen to your parents, if you obey your parents, you're going to be blessed for the next 1000 years. നിങ്ങൾ വാഹനമില്ലാത്ത ഒരാളെ അയാൾ if you help them in the next 24 hours, you're going to have the best man-made vehicle for the next 1000 years. Okay? This is the condition. And I want to ask you this: how would you live your next 24 hours? വെറുതെ അങ്ങ് ജീവിക്കുമോ? എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് നടക്കുമോ? I don't care what happens എന്ന് പറഞ്ഞ് ജീവിക്കുമോ? Or would you live that 24 hours with purpose? ഈ 24 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ജീവിക്കും? Amen. ഈ ഒരു ദിവസം നിങ്ങളുടെ അടുത്ത 365,000 ദിവസത്തിൻ്റെ ഭാവി നിശ്ചയിക്കാൻ പോവുകയാണ്. ആ ഒരു ദിവസത്തിന് നിങ്ങൾ എന്ത് പ്രാധാന്യം കൊടുക്കുമെന്ന് നിങ്ങൾ ഇതിനൊന്ന് ചിന്തിക്കുക. ഓക്കെ? ഒരു ദിവസം എന്ത് നിശ്ചയിക്കും? 365,000 ദിവസത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പോവുകയാണ്. 1 day. 1/365,000 എന്ന് പറഞ്ഞാൽ 0.00000276 ആണ് ആ 1 divided by 365,000. ഇനി ഞാൻ പിള്ളേരോടൊരു ചോദ്യം ചോദിക്കുക. വാട്ട് ഈസ് എനി നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി? വാട്ട് ഇസ് ഇറ്റ്? Come on, guys. Any number divided by infinity is what? Yeah, it is 0. It is not infinity, it is 0. Because infinity is a huge number. ഏത് finite number name infinite number കൊണ്ട് divide ചെയ്താൽ you will get 0.000000000000000 something, that is 0. Right? ഈ 1 divided by 365,000-നേക്കാൾ എത്ര കുറവാണെന്നറിയാമോ? Any number divided by infinity. Amen. You will live on this on the earth maybe 100 years. അല്ലേ? 1000 വർഷമൊന്നും ജീവിക്കത്തില്ല. നിങ്ങൾ 36,500 ദിവസം മാത്രമേ ഈ ഭൂമി ജീവിക്കത്തുള്ളൂ. മാക്സിമം ലെറ്റ്സ് സേ കൂടിപ്പോയി 20 വർഷമാണ് ജീവിക്കുമായിരിക്കും. റൈറ്റ്? 36,500 ദിവസം ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി is 0. Amen. Are you getting me? എല്ലാവരും ഇരിപ്പ് കണ്ടിട്ട് ഒന്നും ഇതൊക്കെ തലയുടെ മുകളിൽ കൂടെ പോയവരുണ്ട്. വല്ല മനസ്സിലായോ? You understand what I'm talking about?
നിങ്ങളുടെ ഈ ഭൂമിയിലെ ടൈം ഈസ് ഈക്വൽ ടു 0, is very minute. Amen? ഇതിനെ അനുസരിച്ചാണ് നിങ്ങളുടെ നിത്യത, നിത്യ ജീവൻ എങ്ങനെ ഇരിക്കുമെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. You understand? So how do you plan to live out your life on earth? ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. Many people don't have the concept of eternity. അവർ പലപ്പോഴും ചിന്തിക്കുന്നു ഭയങ്കര ബോറായിരിക്കും, ഇത്ര നാൾ നമ്മൾ എങ്ങനെ, what do we do? അല്ല, ഇറ്റ്സ് എൻ ഇൻഫിനിറ്റ് ടൈം. ബോറടിച്ച് മനുഷ്യൻ്റെ ഇടപാട് തീരും, ഒരു പരിപാടി ചെയ്യാൻ കാണത്തില്ല. യുനോ I think I've heard about near death experiences. പല ആളുകളും മരിച്ചിട്ട് ചില മണിക്കൂറുകളോ മിനിറ്റുകളോ കഴിഞ്ഞ് മരിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ച് ജീവനിലേക്ക് വന്ന ഒത്തിരി ആളുകളുടെ സാക്ഷ്യം ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഒത്തിരി പുസ്തകങ്ങൾ അതേക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി ആളുകൾ അതേക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എഴുതപ്പെട്ടതും നമ്മൾ കേട്ടതുമായ സാക്ഷ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ നമ്മുടെ ഈ ഭൂമിയിൽ ഇവിടുത്തെ ജീവിതം, ഇറ്റ് ഈസ് ലൈക്ക് ബീയിങ് ഇൻ എ ഫോട്ടോ ഫ്രെയിം. നമ്മളൊരു വീട്ടിലൊക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നമ്മുടെയൊക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ലേ? ജസ്റ്റ് ഇമാജിൻ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, നമ്മുടെ ഭിത്തിയിലിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ആ ഫോട്ടോയിലിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ജീവൻ കിട്ടി. ഹി കെയിം ഇൻ ടു ദ റിയൽ വേൾഡ്. ഓക്കെ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയ്ക്കകത്തു നിന്ന് പുള്ളി പുറത്തിറങ്ങി വെളിയിൽ വന്നു. ഹി ഈസ് ഇൻ എ 3D വേൾഡ്, റൈറ്റ്? ദാറ്റ് ഈസ് ദി experience when you step out from this world to the other world. Amen? You can't imagine it. It's so colorful. നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലാത്ത, there are so many colors there. It is so beautiful, it is so different. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഈ മരിച്ചവർ പോയിട്ട് തിരിച്ചു വരുമല്ലോ, and they say when you come back it's like going back into that photo frame. Amen? Some people say when I come back it's like going into a sewer. ഈ ഡ്രെയിനേജ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഇറങ്ങി വന്നൊരു ഫീലിംഗ് ആണ്. So that's how, heaven is, or that's how good the eternity that is waiting for us is. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന് 1 മുതൽ ഒന്ന് വായിക്കാമോ? പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകയില്ല. സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് പറവാൻ നിരൂപിക്കരുതെന്ന് ഞാൻ അടങ്ങുന്നു. നിരൂപിക്കരുതെന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. പൗലോസ് പറയുന്നത്, ഞാൻ അവിടെ കണ്ടത് ഐ കാണ്ട് ഈവൻ ഡിസ്ക്രൈബ്, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. The words that I heard there, it's not lawful to talk about this. This is so, we don't know about it. We don't think about this.
We are focused on a life on this earth. നമ്മൾ ഈ ഭൂമിയിൽ കുറേ നാൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. We don't care, we don't even think about eternity. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതമാണ് നിശ്ചയിക്കുന്നത് നിങ്ങൾ നിത്യതയിൽ എന്തായി തീരുവാൻ പോകുന്നു, എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളത്. Praise the Lord. Let me talk about the other side. See, there are two things. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, there are two things. നമ്മൾ നിത്യതയിൽ എവിടെ ജീവിക്കാൻ പോകുന്നു എന്നുള്ളത് നിശ്ചയിക്കുന്നത് എന്നാൽ നാം നിത്യതയിൽ എങ്ങനെ ജീവിക്കാൻ പോകുന്നു എന്നുള്ളത് നിശ്ചയിക്കുന്നത് നാം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നുകൂടെ പറയാം, നാം നിത്യതയിൽ എവിടെ ജീവിക്കാൻ പോകുന്നു എന്നത് നിശ്ചയിക്കുന്നത് നാം യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നിത്യതയിൽ എങ്ങനെ ജീവിക്കാൻ പോകുന്നു എന്നുള്ളത് നിശ്ചയിക്കുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ നാം എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. യേശുവിനെ ഒരു വ്യക്തി രക്ഷിതാവായി സ്വീകരിച്ചു. നമ്മൾ നേരത്തെ കേട്ട അടിസ്ഥാന ഉപദേശം, നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, ഇതൊക്കെ സ്വീകരിച്ച ഒരു വ്യക്തി നിത്യതയിൽ യേശുവിനോട് കൂടെ ജീവിക്കും, ദൈവത്തോട് കൂടെ ജീവിക്കും. ആമേൻ. അങ്ങനെ അല്ലാത്തവരെ കുറിച്ച് വചനം പറയുന്നത് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. ഹല്ലേലൂയ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് ഞാൻ തീർത്തു പറയും. ഇതാരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? അവർ യേശുവിനെ എന്താ വിളിക്കുന്നത്? കർത്താവേ കർത്താവേ, വിച്ച് മീൻസ് ജീസസ് ഈസ് ദ ലോർഡ്. അല്ലേ? യേശു അവരുടെ കർത്താവാണ്, അതുകൊണ്ട് കർത്താവേ എന്ന് വിളിച്ചത്. ഒരു പ്രാവശ്യമല്ല വിളിച്ചത്, 2 പ്രാവശ്യം വിളിച്ചത്. 2 പ്രാവശ്യം നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ അതിനകത്ത് ദർ ഇസ് ലോട്ട് ഓഫ് ഇമോഷൻ, അല്ലേ? അതിനകത്തൊരു ഒരു ബന്ധമുണ്ട്, അതിനകത്തൊരു എംഫസിസ് ഉണ്ട്. അപ്പോൾ ഇവർ ദൈവത്തെ പിൻപറ്റിയതാ, ദൈവത്തെ അറിയാവുന്നവരാണ്. അവര് അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികളെയും ചെയ്തില്ലയോ എന്ന് എന്നോട് പറയും. അന്നാളിൽ ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്ത് പറയും. അപ്പൊ ഇവര് ദൈവത്തിന് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തവരാ. അവരോടാണ് കർത്താവിന് പറയാനുള്ളത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. നമ്മളിതിനെക്കുറിച്ച് നേരത്തെ ചിന്തിച്ചാണ്. they never had a relationship with God, അല്ലേ? ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഒരിക്കലും അവർക്ക് ദൈവവുമായിട്ട്, യേശുവുമായിട്ട് ഉണ്ടായിട്ടില്ല. ഇനി അതിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ?
ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഹല്ലേലൂയ. യേശുക്രിസ്തു പറയുകയാണ്, നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും വാതിൽ വീതിയുള്ളതും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. അനേകർ എന്ന പദത്തിന് ഗ്രീക്കിൽ സത്യത്തിലുള്ള അർത്ഥം മെജോറിറ്റി, മോസ്റ്റ് പീപ്പിൾ, മിക്കവരും എല്ലാവരും അതിൽ കൂടെ പോകാൻ പോകുന്നത്. ആമേൻ. അങ്ങനെ ലൈറ്റ് ഇഫക്ട്സ് ആണോ നരകത്തിന്റെ വല്ലോ? ആമേൻ. Majority of people are going to go through that gate. ഏത് വാതിലിലൂടെ? വീതിയുള്ളതും വിശാലതുമായ വഴിയിലൂടെയാണ് മിക്കവാറും ആൾക്കാർ പോകാൻ പോകുന്നത്. ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാണ്, അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എല്ലാവരും ഇതിലൂടെ കടക്കണമെന്നാണ്. പക്ഷേ only a few people are going to go through this. Hallelujah. നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇനി ഈ മരിച്ചിട്ട് തിരിച്ചു വന്നവർ നരകത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. We spoke about hell. Hell is real. Hell is real. മത്തായി 25:41 വായിക്കാമോ? പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. ആമേൻ. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. The everlasting fire prepared for the devil and his angels. യേശുക്രിസ്തു തന്നെ ഒരിക്കൽ ഒരു ഉപമ പറഞ്ഞു സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും. ലൂക്കോസിന് ശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ഉപമയല്ല, ഒരു കഥയാണ്. അവിടെ യേശു പറയുകയാണ്, there was a certain rich man, അല്ലേ? Luke 16:19. There was a certain rich man. ഇതൊരു ഉപമയല്ല, ഒരു സാങ്കല്പിക കഥയല്ല. He's talking about a certain man. ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. ആൻഡ് there was a certain beggar named Lazarus. യേശു ഏതെങ്കിലും ഉപമയിൽ ആരുടെയും പേര് പറഞ്ഞിട്ടുണ്ടോ? No, he's never said any name, right? So this is a real story that Jesus is telling us. There was a rich man and there was a beggar whose name was Lazarus. ഈ ധനവാൻ വളരെ ആഡംബരത്തോടെ ജീവിച്ചു. അവന്റെ പടിവാതിൽക്കൽ ഒരു ദരിദ്രനായ മനുഷ്യനുണ്ടായിരുന്നു. ഒന്ന് വായിച്ചേ ബ്രദറെ, 19 തൊട്ട്. ധനവാനായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നൊരു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടുപ്പുരയിൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം മകനെ നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ
ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവരോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ആമേൻ. നമുക്കെല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു വേദഭാഗമാണ്, എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു ധനവാനായ മനുഷ്യൻ, വളരെ ആഡംബരത്തോടെ സുഖിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ പടിവാതിൽക്കൽ ഒരു ദരിദ്രനുണ്ട്. ആ ദരിദ്രന് ഭക്ഷിക്കാനൊന്നുമില്ല. ഇത്രയും വലിയ ധനവാനായ മനുഷ്യനാണ്. എന്നാൽ ആ ദരിദ്രന് എന്തെങ്കിലും ഭക്ഷിക്കാമെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ ധനവാൻ ഒരിക്കലും ഫുഡ് കൊണ്ട് കൊടുത്തിട്ടില്ല. ഇവൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് വെച്ചാൽ ഇവൻ തിന്നതിൻ്റെ ബാക്കി എച്ചില് തിന്ന് ഈ ദരിദ്രൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ലാസർ മരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, അവനെ ആര് അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി? അവനെ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, അല്ലേ? അപ്പോൾ ഈ ധനവാനും ലാസറും രണ്ടും യഹൂദന്മാരാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അടക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ബഹുമതിയാണ്, അല്ലേ? പിതാക്കന്മാരുടെ കല്ലറയിലുള്ള അടക്കം. ധനവാന് നല്ലൊരു അടക്കം കിട്ടി. ലാസറിൻ്റെ അടക്കത്തെക്കുറിച്ചൊന്നും അവിടെ പറയുന്നില്ല. ലാസറിനെ ആരോ എവിടെ കൊണ്ട് കുഴിച്ചിട്ടു. പക്ഷെ ധനവാന് നല്ല ഒരടക്കം കിട്ടി. പക്ഷെ ഈ ധനവാൻ പോയത് യാതനാ സ്ഥലം എന്നറിയപ്പെടുന്ന ഹെയ്ഡിസ് എന്ന് പറയുന്ന പാതാളത്തിലേക്കാണ് ഈ ധനവാൻ മാറ്റപ്പെട്ടത്. എന്നാൽ ലാസറിനെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ധനവാൻ യാതനാ സ്ഥലത്ത്, മലയാളത്തിൽ യാതന എന്ന് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ഹി വാസ് ഗോയിങ് ത്രൂ ടോമൻസ്, അല്ലേ? അതിൻ്റെ 23-ാമത്തെ വാക്യം, and in hell he lifted up his eyes, being in torments, and sees Abraham afar off and Lazarus in his bosom. Amen. യാതനയല്ല, യാതനകളിലൂടെ കടന്നു പോകുമ്പോൾ ഇവൻ തലപൊക്കി നോക്കി. ഇവൻ അബ്രഹാം പിതാവിനെ അവൻ്റെ മടിയിൽ, ലാസറിനെ കണ്ടു. ആമേൻ. അപ്പം നമ്മുടെ എന്തൊക്കെ ഫാക്കൽറ്റീസ്, നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ നരകത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ ആക്റ്റീവാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം, അല്ലേ? നമുക്ക് കാണാൻ പറ്റും, വേദന അനുഭവിക്കാൻ പറ്റും, ദാഹിക്കാൻ പറ്റും, ഇമോഷൻസ് ഉണ്ട്, നമ്മുടെ ശരീരമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ശരീരത്തെ കൊന്നിട്ട് വേറൊന്നും ചെയ്യാൻ പറ്റാത്തവരെ നിങ്ങൾ പേടിക്കണ്ട, അല്ലേ? ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ തള്ളിയിടുവാൻ ശക്തിയുള്ളവനെ നിങ്ങൾ ഭയപ്പെടണം. സോ ദിസ് മാൻ ഇസ് ഇൻ ദ ഷിയോൾ, ഇൻ ഹെയ്ഡസ്, ഇൻ ഹെൽ. അവൻ അവിടെ കിടന്ന് യാതന അനുഭവിക്കുക. ഇസ് ഗോയിങ് ത്രൂ ഡിഫറെന്റ് ടോർമെന്റ്സ്. അവൻ പറയുന്നത്, ആ ലാസറിനെ ഇങ്ങോട്ടൊന്ന് വിട്ട് അവൻ്റെ വിരലിൻ്റെ അറ്റം ഇച്ചിരി വെള്ളത്തിൽ മുക്കി ഒരു തുള്ളി വെള്ളം എനിക്കൊന്ന് തരിക്കണം. ആമേൻ.
ഈ നരകത്തിൽ പോയോണ്ടും ആൾക്കാർ നന്നാവത്തില്ല കേട്ടോ. ഇപ്പോഴും ലാസർ അവൻ്റെ അടിമയാണ്. ഇവന് വെള്ളം കൊണ്ടു കൊടുക്കാൻ ലാസർ വേണം അല്ലേ? ലാസറിനെ പറഞ്ഞു പോകണം എങ്ങോട്ട്? അപ്പൻ്റെ വീട്ടിൽ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നോ അതേ അവസ്ഥയിലാണ് ഇതിന് ശേഷവും നമ്മളായിരിക്കാൻ പോകുന്നത്. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാവ് എ കണ്ടിന്യൂവേഷൻ. നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് പോലെ വേദന അനുഭവിക്കാൻ അതിന് ശേഷവും സാധിക്കും. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ there are a lot of people who went to the other side. അപ്പോൾ അവരൊക്കെ ഒത്തിരി പേര് നരകത്തിൻ്റെ വാതിൽക്കിലോളം പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. നരകത്തിനകത്ത് കയറിയിട്ട് തിരിച്ചു വന്നവരുണ്ട്. അവർക്കൊക്കെ പറയാനുള്ളത് യു കാൻ ഇമാജിൻ ദാറ്റ് പ്ലേസ്. ഒരു വ്യക്തി പറഞ്ഞത് ഇറ്റ് ഈസ് സോ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ഇൻ ദേർ. There is no air. And one thing ഞാനിപ്പോൾ ഈ പറഞ്ഞതിന് അനുബന്ധമായിട്ട് പറയാം. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് തോന്നുന്നത് യു ഫീൽ സോ തേഴ്സ്റ്റി. ഭയങ്കരമായ ദാഹം. ആൻഡ് ഇറ്റ്സ് വെരി ഹോട്ട് ഇൻ ദേർ. ഈ അവിടെ കേൾക്കുന്ന നിലവിളി അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ രക്തം കട്ട പിടിക്കും. അതുപോലത്തെ നിലവിളി ശബ്ദമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. ദാറ്റ്സ് ഹൗ പീപ്പിൾ ആർ ഗെറ്റിംഗ് ടോർമെന്റഡ് ദേർ. ആൻഡ് ദർ ഈസ് എ വെരി ബാഡ് സ്മെൽ ഓഫ് ബേണിംഗ് ഫ്ലെഷ്. ഈ അവിടെ കിടക്കുന്ന ധനവാന്റെ ചിന്ത എന്താണെന്നറിയാമോ? ഈസ് തിങ്കിങ് ദാറ്റ് ഹിൽ ഗെറ്റ് സം റിലീഫ് അല്ലേ? ഈ ലാസറിനെ കൊണ്ട് എനിക്ക് ഇച്ചിരി വെള്ളം ധരിപ്പിക്കാൻ പറ്റുമെന്ന് അവനെ ചിന്തിക്കുന്നത്. അവന്റെ മനസ്സിൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവനിപ്പോഴും മനസ്സിലായിട്ടില്ല ഹീസ് നെവർ ഗോയിങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് പ്ലേസ്. ഹീസ് നെവർ ഗോയിങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് പ്ലേസ്. ഹീസ് ഗോയിങ് ടു ബി there forever and there is no relief. Amen. Like if let's say you are ഇപ്പോൾ ഈ നരകത്തിൽ പോയ വ്യക്തി ഒരു അഡിക്റ്റ് ആണെന്നിരിക്കും, ഒരു എന്തെങ്കിലും ഒരു ലഹരിക്ക് അടിമയായ ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. In hell you will have that addiction. Whatever addiction you had here, you will have that addiction there also. But there won't be any relief. അല്ലേ? ഇവിടെ അഡിക്ഷൻ ഉള്ള ഒരാൾ, അഡിക്ഷൻ മാറ്റാൻ അഡിക്ഷൻ ഉള്ള ആൾ രാവിലെ സാധനം കിട്ടിയില്ലെങ്കിൽ കൈവിറയ്ക്കും അല്ലേ? he can't get up out of his bed, right? In hell you will have the same feeling, but there is no relief. ഒന്ന് ആലോചിച്ച് നോക്കി, you die because of a sickness and it is very painful. ഇവിടെ ഒന്നുമല്ലെങ്കിൽ 2 പെയിൻ കില്ലറെങ്കിലും കിട്ടും. അവിടെ you go through the same sickness, you go through the same pain and there is no relief. And this is going to go on forever. This is going to go on forever. That is not going to end. പലരും പഠിപ്പിക്കുന്നുണ്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് തുറന്നു. No. Where you're going to spend your eternity depends on what you do with Jesus Christ now. After that, there is no respite. You can't do anything. That's why people say, that's not the place where I want to go. I don't want to go there.
ജസ്റ്റ് ഇമാജിൻ, യേശു പറഞ്ഞു അവിടുത്തെ പുഴു ചാകുന്നില്ല, തീ ഒരിക്കലും കെടുന്നില്ല. റൈറ്റ്? ജസ്റ്റ് ഇമാജിൻ. നിങ്ങളുടെ ഭാവനയൊക്കെ ഒന്ന് ചലിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഈ പുഴു എന്താ ചെയ്യുന്നത്? വാട്ട് ഡസ് ദ worm do? It eats up your flesh, right? നിങ്ങളുടെ ശരീരം തിന്നും. റൈറ്റ്? തീ എന്താ ചെയ്യുന്നത്? It will burn your body, it will burn your flesh, and you feel the pain of that, right? പക്ഷെ ഇവിടെ പറയുന്നത് ഈ പുഴു ചാകുന്നില്ല. പുഴു ചാകുന്നില്ലെന്ന് പറഞ്ഞാലേ ഈ ശരീരം തിന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീരത്തില്ലേ? ഈ ശരീരം പുഴു തിന്ന് കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് തീരത്തില്ലേ? തിന്നു യുവർ ഫ്ലഷ് ഇസ് ഡൺ, ഫിനിഷ്, റൈറ്റ്? അല്ലെങ്കിൽ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ചാരമായില്ലേ? പിന്നെന്ത് ചെയ്യും? Then your flesh will grow back again and the worms will start eating it again. Are you getting it? This is hell. This is hell. Amen? And this is not the place where God created for you. നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ഇത്, അല്ലേ? അവിടെ നമ്മൾ വായിച്ചു മാത്യു 25:41, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഉണ്ടാക്കിയത്. God didn't want you to go there. This was made for the devil and his angels. പിശാചിനോട് കൂടെ 3 ദൂതന്മാർ തെറ്റിപ്പോയി. അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് ഈ നരകം എന്ന് പറയുന്ന സ്ഥലം. Hallelujah. And God doesn't want you to go there. പക്ഷെ unfortunately there are only 2 places where you can go. Amen? One is heaven with God, and the second place is hell where there is no God. There is no in-between place. Amen? ഇതിനിടയ്ക്കൊരു സ്ഥലം ഇല്ല. Are you getting it? There is no in-between place. If you're not in heaven, you're going to be in hell. And you're never going to get out of that. Hallelujah. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വരാമോ? And ഇത്രയും നേരം ഞാൻ പറഞ്ഞൊക്കെ ഉണ്ടല്ലോ, this is only a temporary holding place. Okay? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അതിൻ്റെ 11-ാമത്തെ വാക്യം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. Amen. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് എവിടെ കിടന്ന ആൾക്കാരാണ് ഈ തീപ്പൊയ്കയിലോട്ട് ഇട്ടേക്കുന്നത്? എവിടെ കിടന്ന ആൾക്കാരെ തീപ്പൊയ്കയിലെ എടുത്തിട്ടത്? പാതാളത്തിൽ കിടന്നവരെ എടുത്ത് എങ്ങോട്ടിട്ടു? തീപ്പൊയ്കയിലിട്ടിട്ടു. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് കോൾഡ് ദ സെക്കൻഡ് ഡെത്ത്. അപ്പൊ ഈ പാതാളം എന്താ? ഇപ്പൊ ഈ യാതനാസ്ഥലം എന്ന് നമ്മൾ നേരത്തെ കേട്ട സ്ഥലം എന്താണ്? ദാറ്റ് ഈസ് നത്തിങ്. ദാറ്റ് ഈസ് ഓൺലി എ ടെമ്പററി ഹോൾഡിംഗ് പ്ലേസ്. അവസാനത്തെ ന്യായവിധി വരെ ഇവിടെ യേശുവിനെ വിശ്വസിക്കാത്ത ആളുകളെ
പാർപ്പിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തെ കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് മുമ്പ് വരെ കേട്ടത്. And now they're going to be put in the lake of fire. അത് ആർക്കുണ്ടാക്കിയതാ? പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഉണ്ടാക്കിയ തീ പൊയ്കയിൽ തള്ളിയിടും. അവിടെ ഇതുവരെ ആരും പോയിട്ടില്ല. അതുകൊണ്ട് nobody has said anything about this, but let me tell you, it is going to be incredible. We can't express this with our words. Amen. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ആ തീ പൊയ്കയിൽ തള്ളി ഇടും. ഹല്ലേലൂയ. അവിടെ ധനവാൻ കടന്ന് നിലവിളിക്കുകയാണ്, അബ്രാം പിതാവേ, ഇവനെ വിട്ട് എൻ്റെ വീട്ടുകാരോട് സുവിശേഷം പറയണം. അബ്രാമിന് പറയാനുള്ളത്, അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്. പഴയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമം എഴുതിയത് മോശയും പ്രവാചകന്മാരും ചേർന്നാണ്. ദൈവത്തിൻ്റെ വചനം ഉണ്ട്. ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇനി മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ചെന്ന് പറഞ്ഞാലും അവർ മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. ആമേൻ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത മനുഷ്യനോട് സദൃശ്യം. എൻ്റെ വചനങ്ങളെ കേട്ടിട്ട് പ്രമാണിക്കാത്തവൻ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് സദൃശ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? We need to obey the word of God. അല്ലേ? ദൈവ വചനം നാം അനുസരിക്കണം. എങ്ങനെ അനുസരിക്കണം? നിത്യതയിൽ ഞാൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നറിഞ്ഞ് എന്ന ബോധ്യത്തോടെ അനുസരിക്കണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്കുകളൊന്ന് വായിക്കാമോ? കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന്മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത്. ഇനി അതിന്റെ 10-ാമത്തെ വാക്യം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആമേൻ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകതിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടത് ആകുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് വിശ്വാസികൾക്ക്, അതായത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. നരകത്തിലേക്ക് തള്ളപ്പെട്ട ആളുകളുടെ കാര്യം നമ്മൾ ചിന്തിച്ചു. ദേ ആർ സെപ്പറേറ്റഡ് ഫോർ എവർ.
അവരെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ്. അവനെക്കുറിച്ച് പറയുന്നത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകയിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ആദ്യം പറഞ്ഞു അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങളുടെ അടുത്ത 1000 വർഷമെങ്കിൽ ഈ ഭൂമിയിലെ നിങ്ങളുടെ ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിത്യതയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നമ്മൾ പലതരത്തിലുള്ള പണി ചെയ്യാറുണ്ട്. ചിലര് മരം പുല്ല് വൈക്കോലുകൊണ്ട് പണിയും, ചിലര് സ്വർണം വെള്ളി വിലയേറിയ കല്ല് എന്നിവ കൊണ്ട് പണിയും. ഇതെല്ലാം ഒരു ദിവസം തീയാൽ ശോധന ചെയ്യപ്പെടുന്ന ദിവസം വരും. അന്ന് തീ അതിനെ ശോധന ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി മരം പുല്ല് വൈക്കോൽ എന്നിവ കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി നശിച്ചു പോകും. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം നശിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നോ അതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ സ്വർഗത്തിലെ നിക്ഷേപം വലുതായിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കരുത്. യു ഷുഡ് തിങ്ക് അബൌട്ട് യുവർ ട്രഷർ ഇൻ ഹെവൻ. അല്ലേ? ആ ട്രഷർ വലുതാകുന്നത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ചിലരുടെ ട്രഷർ ഇറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് വുഡ്, ഹേ ആൻഡ് ഗ്രാസ്, അല്ലേ? മരം പുല്ല് വൈക്കോൽ. ചിലരുടേത് സ്വർണം വെള്ളി വിലയേറിയ കല്ല് എന്നിവ കൊണ്ടാണ്. സോ ദർ ഈസ് എ ഡേ, നമ്മളെല്ലാവരും ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കാൻ പോവുകയാണ്. അന്ന് തീ കൊണ്ട് ഇതിനെ ശോധന ചെയ്യും. നിങ്ങളുടെ പ്രവൃത്തി മരം പുല്ല് വൈക്കോൽ കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ നിങ്ങളുടെ സകല പ്രവൃത്തികളും അത് നശിച്ചു പോകും. സ്വർണം വെള്ളി വിലയേറിയ കല്ല് ആണെങ്കിൽ അത് നിലനിൽക്കും. ആമേൻ. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് റിട്ടയർമെൻ്റ് ഉണ്ട്, അല്ലേ? 55 വയസ്സിലോ 60 വയസ്സിലോ റിട്ടയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ ദേ ഹാവ് റിട്ടയർമെൻറ്റ് ഫണ്ട്സ്, അല്ലേ? ഇപ്പോൾ നാട്ടിലാണെങ്കിൽ സർക്കാർ ജോലിയൊക്കെ ആണെങ്കിൽ പെൻഷൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ PF-ൻ്റെ ഫണ്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഫണ്ട്സൊക്കെ ഉണ്ട്. ചിലർ സ്റ്റോക്സിലൊക്കെ പണം നിക്ഷേപിക്കും. അങ്ങനെ റിട്ടയർമെൻറ്റിന് വേണ്ടി പലരും പല സമ്പാദ്യങ്ങളും നേരത്തെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ റിട്ടയർ ചെയ്യുകയാണ്, 55-ാമത്തെ 60-ാമത്തെ വയസ്സ് റിട്ടയർ ചെയ്യുകയാണ്. ഈ സർക്കാർ ഇവൻ്റെ റിട്ടയർമെൻറ്റ് ഫണ്ട് മുഴുവൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇവൻ റിട്ടയർ ചെയ്യുന്നത് അന്ന് there was a big stock exchange crash. Okay? ഇവൻ്റെ PF ഫണ്ടും ഇവൻ്റെ പെൻഷനും ബാക്കിയെല്ലാം ഇതെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിക്ഷേപിച്ചിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് crashed, it fell one day, the day on his retirement. ഇതുപോലായിരിക്കും ഈ തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ മരം പുല്ല് വൈക്കോല് എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ കൊണ്ട് വീട് പണിതവൻ, വസ്തുക്കൾ കൊണ്ട് പ്രവർത്തിച്ചവൻ. You will be there in heaven, but you have no savings for eternity. For eternity.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വി ഷുഡ് ബി ഇറ്റേണിറ്റി മൈൻഡഡ്. നമ്മുടെ ശ്രദ്ധ ഇറ്റ് ഷുഡ് നോട്ട് ബി ഓൺ ദിസ് എർത്ത്, ഇവിടുത്തെ ചുരുക്കം ദിവസങ്ങളെക്കുറിച്ചല്ല. വി ഷുഡ് ബി തിങ്കിങ് അബൌട്ട് ദാറ്റ്. വാട്ട് ആം ഐ ഗോയിങ് ടു ഡു ദേർ? ഇറ്റ്സ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ പ്ലേസ്. It's going to be so much colorful. It is going to be so much rich. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിന് അപ്പുറമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. And what are you going to do there? What are you going to do there? നമ്മളിവിടെ വായിച്ചു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അതിന് അടുത്ത വാക്യം ഒന്ന് വായിക്കുക ബ്രദറെ. 2 കൊരിന്ത്യർ 5:11 ശേഷം. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയില്ല. ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. മതി. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിക്കുവാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്തത്. So fear the Lord. ആകയാൽ കർത്താവിനെ ഭയപ്പെടുവിൻ എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു. Knowing therefore the terror of the Lord, we persuade men. നമുക്കറിയാം യേശുക്രിസ്തു ഒരിക്കൽ വന്നത് പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ്. ഇനി കർത്താവ് വരാൻ പോകുന്നത് ന്യായാധിപതിയായിട്ടാണ്. ഈസ് ഗോയിങ് ടു ബി സീറ്റഡ് ഓൺ ദ ജഡ്ജ്മെന്റ് സീറ്റ് ആൻഡ് ഈസ് ഗോയിങ് ടു മേക്ക് എ ഡിസിഷൻ റിഗാർഡിങ് യു. ആൻഡ് ഈസ് എ റൈച്ചസ് ജഡ്ജ്. നമ്മൾ ഈ ലോകത്തിൽ ഇവിടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് കൃപ ഉള്ളത്. നമ്മുടെ ശ്വാസം നിന്നു പോകുന്ന ദിവസം ഗ്രേസ് ഓൾസോ എൻഡ്സ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഗ്രേസ് ഓൾസോ എൻഡ്സ്. Then you will not find grace, you will find the terror of the Lord. And he'll be a righteous judge. He'll be a just judge. കർത്താവ് മുഖം നോക്കിയല്ല വിധിക്കാൻ പോകുന്നത്. അവൻ ന്യായമായിട്ട് ന്യായം വിധിക്കുവാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, we don't want to please anyone, we want to tell you the whole counsel of God's word. What you did with Jesus Christ determines where you're going to spend your eternity. How you lived your life on this earth determines how you're going to live in eternity. നിങ്ങൾക്കിപ്പോൾ പല എക്സ്ക്യൂസും കാണും. But there is going to be a time. You don't know when your life is going to come to an end. You never know. It could be now, it could be tomorrow, it could be 10 years from now, it could be 30 years from now.
there is going to be a time when your life on this earth ends. And then we'll be judged. We'll be judged. You know what we are going to be judged on? The believers? We're going to be judged based on our calling. Amen? We'll talk about it later in detail, but see, നമ്മളെക്കുറിച്ചുള്ളതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. Even before you were born, everything about you were written in the Word of God. God has a purpose for you. You have a calling in your life. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വിളിയുണ്ട്. On that judgment day, God is going to check what you did according to your calling. നിങ്ങളെ വിളിച്ച വിളി, അതിൻ പ്രകാരം നിങ്ങൾ എങ്ങനെ നടന്നു എന്നാണ് ദൈവം പരിശോധിക്കാൻ പോകുന്നത്. ആമേൻ. നിങ്ങളുടെ വിളിക്ക് അനുസൃതമായിട്ട് നടന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് നിങ്ങളുടെ പണി. സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് കൊണ്ടുള്ളതായിരുന്നു. That will remain. If you didn't walk according to your calling, all lost, all gone. You will be saved. You will be in heaven, but without anything. Amen. ഈ ദിവസങ്ങളിൽ I think we should be more concentrated on eternity. We shouldn't be spending our time thinking about what is going to happen here. This is real. There is a real world out there that is more real than this. നമ്മളിപ്പോൾ ചിന്തിക്കുന്നതിനേക്കാളും കാണുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണ് the eternity. പൗലോസ് അപ്പോസ്തലൻ പറയും, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, ഇറ്റ് ഈസ് ടെമ്പററി. കാണാത്തത് നിത്യം, ഇറ്റ് ഈസ് പെർമനന്റ് ആൻഡ് ഇറ്റ് ഈസ് റിയൽ. ഹല്ലേലൂയ, hallelujah. As a church, it is our desire that we want to see all of you in heaven. Amen. We don't want to find anyone going to hell. We shouldn't be harboring sin in our lives. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, we should fight the urges of sin in our lives. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, if you are filled with the Holy Spirit, you will fight the enemy. You will not justify your sin. അത് ഞാൻ ഇങ്ങനെയാണ്, കുഴപ്പമില്ല, കൃപയുണ്ടെന്ന് നടക്കുകയല്ല. You have to repent and come back. മനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് കൈവപ്പ് പ്രാപിച്ച് ഒരു നല്ല പുനരുദ്ധാനം പ്രാപിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ളതാണ് ഇറ്റേണൽ ജഡ്ജ്മെന്റ്. ആമേൻ. ആ ജഡ്ജ്മെന്റ് എനിക്ക് നിങ്ങൾക്കും ഫേവറബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. We are the ones who decide. ആമേൻ. അതുകൊണ്ട് please take this seriously. ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. This is the reality. This is the truth. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. I have told you the whole counsel of God. Amen. The Bible says, repent. The Bible says, believe in Jesus Christ. The Bible says, be baptized. The Bible says, be baptized in the Holy Spirit. Amen. And then you will be resurrected
one day. Hallelujah. Hallelujah. And before I stop, I want to ask you, ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഇതുവരെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, this is your time. This is heaven appointed time. നേരത്തെ നരകത്തെക്കുറിച്ച് പറഞ്ഞു. നരകം ദൈവം മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഇറ്റ്സ് നോട്ട് ടു പുട്ട് യു ഇൻ. ദാറ്റ്സ് നോട്ട് ഗോഡ്സ് ഡിസയർ. ദൈവം ആദാമിനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാണ് ആക്കിയത്. ഏദൻ തോട്ടത്തിൽ വെച്ചിലാണ് ദൈവം മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ വർദ്ധിച്ച് പെരുകി സന്താനപുഷ്ടികളെ പെരുകി ഭൂമിയിലൊക്കെ നിറയാൻ ദൈവം അവനെ ഇവിടെയാണ് ആക്കി വെച്ചത്. ഇറ്റ്സ് നോട്ട് ക്രിയേറ്റഡ് ഫോർ, യു ആർ നോട്ട് ക്രിയേറ്റഡ് ഫോർ ഹെൽ. പക്ഷെ മനുഷ്യൻ പിശാചിന്റെ വാക്ക് കേട്ട് പിശാചിന്റെ അടിമയായി തീർന്നു. എന്നിട്ടും ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചില്ല, അല്ലെ? ദൈവത്തിന് വേണമെങ്കിൽ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിലേക്ക് അന്ന് തന്നെ മനുഷ്യനെ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്തില്ല. God sent his only begotten son. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. He made it very simple. You were under the sin, you were under the devil, you were destined to destruction, but God made it very simple. Jesus paid the price. He paid it completely. അതിന്റെ പിഴ മുഴുവനായും യേശുക്രിസ്തു കാൽവറിയിൽ ഒടുക്കി. And he said, the only thing that you need to do is to believe in him. Only thing that you need to do is to believe in him. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ ഉണ്ട്. Hallelujah. So God has already made you a provision. നിങ്ങൾ നരകത്തിൽ പോകണം ദൈവത്തിന്റെ യാതൊരു ആഗ്രഹം. He has already made a provision. You can get into eternal abode with God, but you need to believe in Jesus Christ. Very simple thing. You need to believe in Jesus Christ, confess with your mouth, repent from your dead works, be baptized, and you have a paradise waiting. Amen. So don't blame God. Why did God create hell? Why did God create devil? Why did God create all this problem? All these problems are there, but God has made a solution for you. If you don't take that solution, it is your problem. You're going to be answerable to that. Amen. ദൈവം ഒരുക്കിയ രക്ഷയ്ക്ക് നിങ്ങൾ യേസ് പറയുന്നില്ലെങ്കിൽ, that is your problem. God doesn't want you to go there. ദൈവത്തിന് നിങ്ങൾ അവിടെ പോകണമെന്ന് ദൈവത്തിന് യാതൊരു ആഗ്രഹമില്ല. But if you don't make a choice, you're going to end up there. So I want to ask you, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, വിശ്വാസ സ്നാനം ഏറ്റിട്ടില്ലെങ്കിൽ, this is your chance to submit yourself to God. This is your chance to take that decision. Amen. If there is anyone, this is your chance. You can raise your hands. We want to pray for you. Praise God. Amen. Praise God. Anyone? Please stand up. Deva എഴുന്നേറ്റ് നിൽക്കുക. We're going to pray for you. If there is anyone who wants to take the decision, please stand up. Amen. You know, before I pray, just one more thing. One more thing. You know that rich man in the hell? You remember? ആ ധനവാനായ മനുഷ്യനെ ഓർമ്മയുണ്ടോ നരകത്തിൽ കിടക്കുന്നത്?
he remembers everything very well. Right? ഓർമ്മയൊന്നും അടിച്ചു പോയിട്ടില്ല. When he stays there, he remember every detail in his life very clearly. Right? So if you reject this call of God, you're going to remember this time in hell. God gave me an offer and I rejected that. Amen. And you're going to regret it then, but it'll be too late. So I'm going to ask you again, if there is anyone here, if you want to give your life to Jesus Christ, please stand up. We want to pray for you. We want to pray for you. All of you who stood up, can you please pray with me? എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? സ്വർഗ്ഗപിതാവേ, Heavenly Father, please say with me. Heavenly Father, I thank you for this wonderful opportunity. ഈ നല്ല അവസരത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുവിനെ എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി നൽകിയതിന് ആയി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്ക് അങ്ങയുടെ ദാനമായി നിത്യജീവൻ ലഭിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ യേശുവിനെ ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു. I receive the Lord Jesus Christ as my Savior. And I want to obey your commandments. അങ്ങയുടെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഞാനൊരു തീരുമാനമെടുക്കുന്നു. എനിക്ക് ലഭിക്കുന്ന ഏറ്റവും അടുത്ത അവസരത്തിൽ അങ്ങേ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ ഞാനൊരു തീരുമാനമെടുക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. Okay, kids, did you understand what I said? Okay, I'll repeat that in English. Okay, for you. You can be seated, please. Can you all come forward? Let's pray for these kids. Can we all pray together for them? എഴുന്നേറ്റ കുഞ്ഞുങ്ങൾ മാത്രം, അവിടെ പുറയിൽ ആരെങ്കിലും കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ അവരോടും പോയിട്ട് വരും. മുഴുവൻ സഭയും പ്രാർത്ഥിക്കുക. Hallelujah. Heavenly Father, we thank you, Lord. We praise you, God. Hallelujah. Can you repeat after me what I'm saying? Father in heaven, we thank you for this wonderful opportunity that you've given us. We thank you for giving your Son, Jesus Christ, to die for us on the cross. We believe that He carried all our sins, all our curses, and all our sickness upon His body, and gave us all your blessings. We thank you for that, Lord. We believe that Jesus Christ died for our sins, and He will come back to take us to God again. Hallelujah. Lord, we praise you
We give you glory. I accept Jesus as my personal Savior and Lord. Give you all the glory and the honor. In the name of Jesus I pray. Amen, amen, amen.